പിറ്റേന്ന് രാവിലെ വളരെ സന്തോഷത്തോടെയാണ് ലിയ എഴുന്നേറ്റത്. തൻ്റെ കുളിയും നിസ്കാരവുമൊക്കെ കഴിഞ്ഞ് അവൾക്കും ഉമ്മാമയ്ക്കുമുള്ള ചായയും കൊണ്ട് അവൾ അവരുടെ മുറിയിലെത്തി. ഇന്നേ എൻ്റെ മോളുടെ മുഖത്തിന് വല്ലാത്ത തെളിച്ചമുണ്ടല്ലോ. അവൾ കൊണ്ടുവന്ന ചായ കുടിച്ചുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ അവളും അതേ എന്ന മട്ടിൽ തലയൊന്നിളക്കി. സത്യത്തിൽ ഉമ്മാമയോടാ നന്ദി പറയേണ്ടത്. അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ പോകാൻ പറ്റുമായിരുന്നോ? എൻ്റെ മോളെ, ഇത് എല്ലായിടത്തുമുള്ള ചടങ്ങാണ്. കല്യാണം കഴിഞ്ഞാ 2-3 ദിവസം പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് നിൽക്കൽ, അല്ലാതെ ഞാനായിട്ടുണ്ടാക്കിയതൊന്നുമല്ല. ആണോ എന്ന് സംശയത്തോടെ നോക്കുന്ന അവളുടെ തലയിൽ അവരൊന്ന് തലോടി. ഈ പെണ്ണിന് ഒന്നും അറിയില്ലല്ലോ. അത് കേട്ട് അവളൊന്ന് ആക്കി ചിരിച്ചു കാണിച്ചു. പിന്നെ ആരുടെയും സമ്മതമില്ലാതെ ഞാൻ വാശി കാണിച്ചിട്ടാ ഈ കല്യാണം നടത്തിയത്. അപ്പോ അതിനെനിക്ക് മറുത്തൊരു പ്രതിഫലം കൂടി വേണം. അതെന്താ എന്ന മട്ടിൽ ലിയ അവരെ ഒന്ന് നോക്കി. നീ പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങളെ കൊണ്ട് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം തന്നെയാണത്. മുഖത്തൊരു കള്ളച്ചിരിയുമായി നിൽക്കുന്ന അവരെ സംശയത്തോടെ അതെന്താണപ്പാ എന്ന പോലെ അവൾ നോക്കി. വേറൊന്നുമല്ല, എനിക്കൊരു കുഞ്ഞു ഷാനുവിനെയോ കുഞ്ഞു ലിയക്കുട്ടിയോ വേണം. ഉമ്മാമ അത് പറഞ്ഞതും നാണത്താൽ തല കുനിച്ചിരുന്നു പോയി അവൾ. എന്താ പെണ്ണേ, അതെങ്കിലും എനിക്ക് സമ്മാനിച്ചൂടെ? ഒന്ന് പോ ഉമ്മാമ. നാണത്തോടെ മുഖം പൊത്തി അവൾ പറഞ്ഞു. നിനക്ക് പറ്റില്ലേ വേണ്ട, ഞാൻ എൻ്റെ ഷാനുമോനോട് പറഞ്ഞേക്കാം. അയ്യേ, ഉമ്മാമ എന്താ പറയുന്നേ? ഇത് നാണിക്ക എന്താ മോളെ ഉള്ളത്? ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ. പക്ഷെ ഉമ്മാമ. നാണത്താൽ കുനിഞ്ഞ മുഖം സങ്കടത്തിലേക്ക് വഴിമാറുന്നത് അവർ ശ്രദ്ധിച്ചു. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ മുഖത്തെ വിഷമം കണ്ടതും അവരൊന്ന് പേടിച്ചു. അതല്ല മാമ, ന്യൂറ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. അവളുടെ സ്ഥാനത്തേക്കല്ലേ ഞാൻ വന്നു കയറിയത്. അവൾ ഷാനുവിനെ മറന്നെന്ന് പറഞ്ഞാലും അവൾക്കൊരു ജീവിതമുണ്ടായി കാണുന്നതുവരെ ഞങ്ങൾക്കിടയിൽ മറ്റൊരു റിലേഷനും വേണ്ടതാണ് ഞങ്ങളുടെ തീരുമാനം. ലിയ അത് അവരോട് തുറന്നു പറയാൻ കാരണം അവർ വിചാരിച്ചാലേ ഇനി നോറയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവൂ എന്ന് കരുതി തന്നെയാണ്. മോളെ, നോറയെ പറ്റിയുള്ള നിങ്ങളുടെ കരുതല് നല്ലത് തന്നെയാണ്. എന്നാ അതിലേക്ക് നിങ്ങളുടെ ജീവിതം വലിച്ചെഴുക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നൂറ മോളുടെ കാര്യത്തിൽ ഞാനും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. സമയമായാൽ എല്ലാവരോടും പറയാമെന്ന് കരുതിയിരുന്നതാണ്. അതെന്താ ഉമ്മാമ? ലിയ ആകാംക്ഷയോടെ അവരുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നമ്മുടെ അയാനില്ലേ, അവനെ നൂറ മോളെ വലിയ ഇഷ്ടാണെന്ന്. ഷാനുവിനെ അവളെ വേണ്ട എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും അവനാണത്രേ. ഒരു ഞെട്ടലോടെയാണ് ലിയ അത് കേട്ടത്. അപ്പോ നൂറക്കും അറിയാമോ അവന്റെ ഇഷ്ടം? ഇല്ല, അവനിത് എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞതാണ്. ന്യൂറയോട് അവൻ തന്നെ പറഞ്ഞോളും, അതിനുശേഷം മാത്രം മറ്റുള്ളവരെ അറിയിച്ചാൽ മതിയെന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ അവന്റെ ഉമ്മാക്കും ഏകദേശം ഒരു സൂചന അവൻ തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഫാത്തിമക്കും നാസറിനും ഈ ബന്ധത്തിൽ വലിയ എതിർപ്പൊന്നും ഉണ്ടാവില്ല. ഉമ്മാമയുടെ വാക്കുകൾ കേട്ടപ്പോൾ ലിയയിലുണ്ടായ ആശ്വാസം കുറച്ചൊന്നുമല്ല. നൂറയുടെ കാര്യം എങ്ങനെ ഉമ്മാമയെ അറിയിക്കുമെന്ന ഷാനുവിന്റെ വീർപ്പുമുട്ടലിനും അവസാനം കണ്ടു ഇപ്പോൾ. മോള് ഇക്കാര്യമൊന്നും ഇപ്പൊ മറ്റാരോടും പറയണ്ട, ഷാനുവിനോട് പോലും. ആദ്യം അയാനും നൂറയും തമ്മിൽ ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഉമ്മാമയുടെ വാക്കുകൾക്ക് അവൾ ഉറപ്പു നൽകി. പിന്നീട് വേഗം അടുക്കളയിലോട്ട് ചെന്നു. അപ്പോഴേക്കും റാബിയുമ്മ എത്തിയിരുന്നു. ഇത്ത, ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോകും. 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടുള്ളൂ. മുഖത്തെ ചിരി മായാതെ പറയുന്നവളെ കണ്ടപ്പോൾ അവൾ ഒരു കൊച്ചു കുഞ്ഞാണെന്ന് തോന്നിപ്പോയി റാബിയുമ്മയ്ക്ക്. വേനലവധിക്ക് അമ്മ വീട്ടിലേക്ക് പോകുന്ന ഒരു സ്കൂൾ കുട്ടിയെ പോലെ. ഷാനുവിനുള്ള ചായയുമായി പോകുമ്പോൾ ഉറക്കം എഴുന്നേറ്റ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആമിന. ഓ,
നിന്റെ തിരുമോന്തയാണോ ഇന്നത്തെ കണി? ഒരു ദേഷ്യത്തോടെ അവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവർ നേരെ കിച്ചണിലേക്ക് ചെന്നു. ലിയ അവരോടൊന്നും മിണ്ടാൻ നിന്നില്ല. വേഗം മുകളിലേക്ക് കയറിപ്പോയി. വാതിൽ തുറന്നവൾ അകത്തേക്ക് കടന്നു. ഷാനു ഇനിയും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഷാനു, എണീറ്റേ, എന്തുറക്കായത്? തലവഴി മൂടിയ അവന്റെ പുതപ്പ് വലിച്ചു മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്താടി നിനക്ക്? രാവിലെ തന്നെ മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അയ്യടാ, ഇത്രയും ഉറങ്ങിയാ മതി, എണീറ്റേ. അവളവനെ ഉരുട്ടി എഴുന്നേൽപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ ജിമ്മനായ അവനെ ഒന്ന് അനക്കാൻ പോലും അവൾക്ക് പറ്റിയില്ല. ഓ, എന്ത് മുടിഞ്ഞ വെയിറ്റാ ഇങ്ങേർക്ക്! അവളത് പറഞ്ഞു തീർന്നതും അവൻ അവളെ വലിച്ച് കിടക്കിലേക്ക് കിടത്തി. അവൾക്ക് മുകളിലായി അവൻ സ്ഥാനം പിടിച്ചു. പ്രണയത്തോടെ നോക്കി നിന്നു. എന്താണ് എന്റെ ലിയമോൾക്ക് വല്ലാത്തൊരു ദേഷ്യം? അതും പറഞ്ഞവൻ അവളുടെ കവിളിൽ ഒന്ന് നോവിക്കാതെ കടിച്ചു. അവളപ്പോൾ നാണത്താൽ കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു. അവൻ അവളുടെ കാതോരം ചെന്ന് ചെറുതായി ഊതിയപ്പോൾ ഒന്ന് പിടിച്ചവൾ. ആ പിടപ്പിൽ അവളുടെ മാറിടങ്ങൾ ഉയർന്നു പൊങ്ങുന്നത് കൊതിയോടെ അവൻ നോക്കി നിന്നു. ഷാനു, എന്തായി കാണിക്കുന്നേ? ലിയയ്ക്ക് അവന്റെ നോട്ടം എവിടെയാണെന്ന് മനസ്സിലായപ്പോൾ ആകെ വെപ്രാളമായി. എന്താണോ? നിനക്കറിയില്ലേ ഞാൻ എന്താ കാണിക്കാൻ പോണതെന്ന്? ഒരു വഷളൻ പറച്ചിലൂടെ കഴുത്തിലേക്കവൻ മുഖമമർത്തിയപ്പോൾ ലിയ അവനെ ദേഹത്തു നിന്നും തള്ളിപ്പിടിച്ചു. പെണ്ണെ, മസിലി പിടിക്കലടി. അതും പറഞ്ഞ് അവളുടെ കഴുത്തിലെ നീല ഞരമ്പിൽ ഒന്ന് കടിച്ചവൻ. ഷാനു, ലിയ പുളഞ്ഞുപോയി. പ്ലീസ് ഷാനു, മതിയാക്ക്. അവനിലെ പ്രണയം താങ്ങാൻ ശേഷിയില്ലാത്തതുപോലെ അവൾ പറഞ്ഞു. എങ്കിലും വീണ്ടും ഒന്നുകൂടി ചുണ്ടുകളാലും നാവിനാലും അവിടമൊന്നാകെ അലഞ്ഞവൻ. അവളിൽ നിന്നും അവനെ തള്ളി മാറ്റാനുള്ള ശ്രമങ്ങളും അപ്പോൾ നടന്നുകൊണ്ടിരുന്നു. ഒടുക്കം അവൾക്ക് ശ്വാസം മുട്ടും പോലെ തോന്നിയതും മനസ്സില്ലാ മനസ്സോടെ അവൻ അവളിൽ നിന്നും അടർന്നു മാറി. അപ്പോഴാണ് ലേക്ക് ശ്വാസമൊന്ന് നേരെ വീണത്. എന്താണ്, എന്റെ മോള് പേടിച്ചു പോയോ? അല്പം കൺട്രോളൊക്കെ എനിക്കുണ്ട്. ഇത് വല്ലാത്തൊരു കൺട്രോള് തന്നെ. അവനെ നോക്കി ചുണ്ട് കൂട്ടിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ തന്റെ ചൂണ്ടുവിരലാലും തള്ളവിരലാലും അവളുടെ ആ ചുണ്ടുകളെ കൂട്ടിപ്പിടിച്ചു. ദേ, ഇതൊക്കെ ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുമ്പോ ഏതാണിനാടി കൺട്രോൾ ഉണ്ടാവുന്നത്? പിന്നെ ഞാനായതുകൊണ്ട് കുറച്ചൊക്കെ പിടിച്ചു നിൽക്കുന്നു. സത്യം പറഞ്ഞാ നിന്റെ ഈ ഉയർന്നു പൊങ്ങുന്നിടത്തൊക്കെ മുത്തങ്ങൾ കൊണ്ട് മൂടാനാ എനിക്കപ്പോൾ തോന്നിയത്. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഞാൻ എന്നെ തന്നെ ഒന്നടക്കി നിർത്തിയത്. വല്ലാത്തൊരു ഭാവവുമായി പറയുന്നവനെ നോക്കാൻ പോലും അവൾക്ക് നാണമായി. അവൾ അവനിൽ നിന്നും മുഖം വെട്ടിമാറ്റി. നൂറയുടെ കാര്യമൊന്ന് സെറ്റാവട്ടെ, എന്നിട്ട് നിന്റെ ഈ നാണമൊക്കെ മാറ്റി തരുന്നുണ്ട് ഞാൻ. അവനത് പറഞ്ഞപ്പോൾ നൂറയെപ്പറ്റി ഉമ്മാമ പറഞ്ഞ കാര്യം അവനോട് പറയാതിരുന്നത് എന്തുകൊണ്ടും നന്നായി എന്നവൾക്ക് അപ്പോൾ തോന്നി. ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ ഇങ്ങനെ. അപ്പൊ പിന്നെ റൂട്ടെല്ലാം ക്ലിയറായാൽ അവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നോർത്ത് അവൾക്ക് വല്ലാത്ത പരവേശം തോന്നി. എന്താണ് എന്റെ ബീവി ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റിയാണോ? ഒരു വഷളൻ ചിരിയുമായി പറയുന്നവനെ തുറിച്ചു നോക്കിക്കൊണ്ട് അവൾ അവനിടാനുള്ള ഡ്രസ്സ് എടുത്ത് ബെഡിൽ വെച്ചു. അവനും കൂടുതൽ അവളെ വട്ടുപിടിപ്പിക്കാതെ നല്ല കുട്ടിയായി പോയി ഫ്രഷായി വന്നു. ദേ, ഈ ചായ ആറിപ്പോയല്ലോ. തണുത്ത ചായ ഒരിറക്ക് ഇറക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും നേരത്തിനും കാലത്തിനും കൊണ്ടുവന്നത് കുടിച്ചില്ലേൽ ഇങ്ങനെ ഇരിക്കും എന്നും പറഞ്ഞവൾ അവനെ മറുത്തൊന്നും പറയാൻ അനുവദിക്കാതെ വേഗം റൂമിന് പുറത്തിറങ്ങി. താഴത്തേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ മുഴുവൻ കുറച്ചു മുൻപ് നടന്ന സംഭവങ്ങളായിരുന്നു. അതോർത്ത് ഒരു പുഞ്ചിരിയും അവളുടെ മുഖത്തുണ്ട്. ഏതോ ലോകത്തെന്ന പോലെ പടികൾ ഇറങ്ങി വരുന്നവളെ ഒരു സംശയത്തോടെ നൂറ നോക്കിക്കൊണ്ട്
മുകളിലേക്ക് കയറി. ലിയയുടെ അടുത്തെത്തിയപ്പോഴാണ് അവളുടെ കഴുത്തിൽ ഒരു ഭാഗത്തായി നീലിച്ച അടയാളം കണ്ടത്. അവരുടെ പ്രണയത്തിന്റെ അടയാളം. അത് കണ്ടതും ഉള്ളിലുള്ള ദേഷ്യവും സങ്കടവുമെല്ലാം പുറത്തു വന്നു. താൻ അടുത്തു വരുന്നതൊന്നും അവൾ കാണുന്നില്ലെന്ന് മനസ്സിലായതും ഇറങ്ങി വരുന്ന ലിയക്ക് മുന്നിലായി നൂറ തന്റെ കാല് നീട്ടിവെച്ചു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അതിൽ തടഞ്ഞ് വീഴാൻ നോക്കിയ ലിയ സ്റ്റെയറിന്റെ കൈവരിയിൽ പിടുത്തമിട്ടു. കയ്യിലുള്ള കപ്പ് വീണതല്ലാതെ അവൾക്ക് ഒന്നും പറ്റിയില്ല. എവിടെ നോക്കിയാടി നടക്കുന്നേ? കണ്ടൂടെ നിനക്ക്? ദേഷ്യത്തോടെയുള്ള നൂറയുടെ വാക്കുകൾ കേട്ടതും വീഴാൻ പോയപ്പോഴുള്ള പേടിയിലും സങ്കടത്തിലും അറിയാതെ കണ്ണു നിറഞ്ഞു പോയവളുടേത്. നൂറ ഇവിടെ വന്നതിന് ശേഷം അധികം തന്നോട് സംസാരിച്ചിട്ടില്ലെങ്കിലും അവൾക്ക് തന്നോട് പിണക്കമൊന്നും ഇല്ലെന്നാണ് ലിയ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അവളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുള്ളതുപോലെ. നിന്ന് മോങ്ങാതെ ഇതൊക്കെ വൃത്തിയാക്ക്, ലിയയോട് കൽപ്പിച്ചുകൊണ്ട് നൂറ കയറിപ്പോയി. അപ്പോഴേക്കും അവിടുത്തെ ശബ്ദം കേട്ട് ആമിനയും ആയിഷയും അവിടെ എത്തിയിരുന്നു. ഓ, വന്ന് കേറിയില്ല, അതിനു മുന്നേ ഓരോന്ന് നശിപ്പിക്കാൻ തുടങ്ങിയോ, നാശം പിടിച്ചവൾ. ആമിനയുടെ ശകാര വാക്കുകൾ കൂടിയായതും ലിയ കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി. കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് ചൂലും മോപ്പുമൊക്കെയായി പോകുന്നവളെ റാബിയുമ്മ തടഞ്ഞു. മോൾ ഇതൊക്കെ കൊണ്ട് എങ്ങോട്ടാ? ഞാൻ വൃത്തിയാക്കാം, എന്താന്ന് വെച്ചാ. നിങ്ങൾ നിങ്ങളുടെ ജോലി മാത്രം ചെയ്താൽ മതി. ഇവിടെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്, അത് മറന്ന് പെരുമാറാൻ നിൽക്കരുത്. ശാസനയോടെ പറയുന്ന ഷാനയെ നോക്കിക്കൊണ്ട് റാബിയുമ്മ ലിയയിലുള്ള പിടുത്തം വിട്ട് തന്റെ ജോലികളിലേക്ക് തന്നെ തിരിഞ്ഞു. നീ പോയി അതൊക്കെ വൃത്തിയാക്ക്, തന്നോടായി പറയുന്നവളെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ ലിയ പൊട്ടിയ ചില്ലുകൾ വൃത്തിയാക്കാൻ തുടങ്ങി. അതിനിടയിൽ അറിയാതെ ഒരു ചീളുകൊണ്ട് അവളുടെ വിരൽ മുറിഞ്ഞു. രക്തം നല്ല പോലെ വരുന്നുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് തറ വൃത്തിയാക്കുന്നവളെ ക്രൂരത നിറഞ്ഞ ചിരിയുമായി നോക്കി നിൽക്കുകയായിരുന്നു ആമിനയും ആയിഷയും കൂടെ ഷാനയും. ഉമ്മാമ്മക്ക് രാവിലെ ചായ കുടിച്ചതിനു ശേഷം ഒരു ചെറിയ പനി പോലെ വന്നതുകൊണ്ട് ടാബ്ലറ്റും കഴിച്ച് ഉറക്കമാണ്. അതാണ് ഇവരുടെ എല്ലാം ധൈര്യവും. അല്ലാതെ അവരുണ്ടാകുമ്പോൾ ലിയയോട് മോശമായി ഒന്നും പെരുമാറാൻ പറ്റില്ലെന്നതും ഒരു കാരണമാണ്. ഷാനു ഫ്രഷായി വരുമ്പോൾ കാണുന്നത് തറ തുടച്ചുകൊണ്ടിരിക്കുന്നവളെയാണ്. എന്താണ് ആ കപ്പ് പൊട്ടിച്ചോ എന്റെ പെണ്ണ്? ചെറിയ ഒരു കളിയാക്കലോടെയാണ് അവനത് ചോദിച്ചത്. എങ്കിലും ഉള്ളിലുള്ള സങ്കടങ്ങൾ കാരണം അറിയാതെ അവളുടെ കരച്ചിലിന്റെ ശബ്ദമുയർന്നു. അയ്യേ, ഒരു കപ്പ് പൊട്ടിയതിനാണോ ഇങ്ങനെ പേടിച്ചു കരയുന്നേ? ഒരു ചിരിയോടെ അവളുടെ കൈ പിടിച്ചുയർത്തിക്കൊണ്ട് അവനത് ചോദിച്ചതും അവന്റെ നെഞ്ചിലായി അവൾ ചാനുപോയി. ഇത്രയുള്ളു പെണ്ണേ നീ? കരയാതെടി, ഞാൻ ചുമ്മാ ചോദിച്ചതല്ലേ. അവൻ കരുതിയത് അവന്റെ ചോദ്യം കേട്ടാണ് പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞതെന്നാണ്. എന്നാൽ അവനറിയില്ലല്ലോ അവളെ കരയിക്കാൻ മാത്രം അവിടെയുള്ളവർ ഓരോന്നും പറഞ്ഞും ചെയ്യിച്ചുമാണ് അവളുടെ കരച്ചിലെന്ന്. ഷാനു ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴേ മൂവരും അകത്തേക്ക് വലിഞ്ഞിരുന്നു. അവൾ എന്താണ് അവനോട് പറയുന്നത് എന്ന് കേൾക്കാനായി അടുത്തുള്ള മുറിയുടെ കതകിനെ ഓരത്തായി ചെവി കൂർപ്പിച്ചു മൂന്നുമുണ്ട്. അവളെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി ആ കണ്ണുകൾ തുടച്ചു കൊടുക്കുമ്പോഴാണ് കയ്യിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചോര അവൻ കണ്ടത്. ലിയ, എന്താ ഇത്? കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലോ. ടെൻഷനോടെ ആ കൈ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോഴാണ് അത്രയും ബ്ലഡ് വരുന്നത് അവൾ പോലും ശ്രദ്ധിച്ചത്. അതുവരെയും അവളുടെ ചിന്തകൾ തന്നെ നോക്കി നിൽക്കുന്ന ആ മൂവരെയും കുറിച്ചായിരുന്നു. അത്രയ്ക്കൊന്നുമില്ല ഷാനു, ഇത് ആ ചില്ലെടുക്കുമ്പോ അറിയാതെ വിരലൊന്നും മുറിഞ്ഞതാ. ഈ വീട്ടിൽ ഇതൊക്കെ ചെയ്യാൻ വേറെ ആരുമില്ലേ? ആ റാബിയും ഇവിടെ ഇല്ലേ? പിന്നെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നേ? അവൻ നേരെ റാബിയുമ്മയുടെ അടുക്കലേക്ക് ചെന്നാൽ താനാണ് അവരെ തടഞ്ഞത് എന്ന് മനസ്സിലാക്കുമെന്നൊരു പേടി ഷാനിക്കുള്ളിൽ വന്നു. ഉമ്മ, ഇക്കാനെ എങ്ങനെയെങ്കിലും തടേ, ഇല്ലെങ്കിൽ നമ്മളാ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് എന്ന് പറഞ്ഞാലോ? ഷാന പറയുന്നതിലും കാര്യമുണ്ടെന്ന് ആമിനയ്ക്ക് തോന്നി. എന്താ മോനെ ഇവിടെ ഒരു ബഹളം?
ഒന്നും അറിയാത്തതുപോലെ ആമിന ഷാനുവിനോടായി ചോദിച്ചു. ഉമ്മ, ദേ നോക്കിക്കേ ഇവളുടെ കൈ. ചോരയൊലിക്കുന്ന കൈ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അതോ മോളെ, എന്താ പറ്റിയത്? എന്ത് പറ്റാൻ? ഇവളുടെ കയ്യിൽ നിന്ന് ചായക്കപ്പ് താഴെ വീണു. അത് ഇവൾ തന്നെ ക്ലീനും ചെയ്തു. അപ്പൊ പറ്റിയതാ. അല്ല, ഇതൊക്കെ ഇവളെന്തിനാ ചെയ്യുന്നത്? ഞാൻ ആ റാബിയുമ്മയോട് ചോദിക്കട്ടെ, അവർക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നോന്ന്. അവന്റെ വാക്കുകളിൽ അത്രയും അവളോടുള്ള സ്നേഹം മാത്രമായിരുന്നു അപ്പോൾ നിറഞ്ഞു നിന്നിരുന്നത്. ആദ്യം നീ പോയി മോളുടെ കൈ ഡ്രസ്സ് ചെയ്ത് മരുന്ന് വെക്ക്. അവരോട് ഞാൻ ചോദിച്ചോളാം. ചെല്ലു മോളെ, അല്ലെങ്കിൽ ഇനിയും ബ്ലഡ് പോവും. മുഖത്ത് കൃത്രിമ സങ്കടം വരുത്തിക്കൊണ്ട് പറയുന്നവരെ ലിയ പേടിയോടെ നോക്കി. എത്ര പെട്ടെന്നാണ് അവർ കളം മാറ്റി ചവിട്ടിയത്. മകന്റെ മുന്നിൽ എന്തൊരഭിനയമാണ്. അവരെ നോക്കി നിൽക്കുകയായിരുന്ന ലിയയുടെ കൈപിടിച്ച് ഷാനു മുകളിലേക്ക് നടന്നു. എന്റെ പെണ്ണെ, നിനക്കിതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഒരു ശാസന പോലെ പറയുന്നവനെ അവൾ നോക്കി നിന്നു. കണ്ടില്ലേ, ഇന്നലെ വരെ തന്നോടൊന്ന് ചിരിച്ചു പോലും സംസാരിക്കാത്ത എന്റെ ഉമ്മ നിന്റെ കൈമുറിഞ്ഞപ്പോ പേടിച്ചു പോയത്. സത്യത്തിൽ അവരൊക്കെ എത്ര പാവമാണല്ലേ. നിനക്കറിയോ, ഞാൻ എൻ്റെ ഉമ്മാന്റെ പെറ്റായിരുന്നു. ഉമ്മാക്ക് ഷാനനെക്കാളും ഇഷ്ടം എന്നെയാണെന്ന് പറഞ്ഞാ ഞങ്ങൾ രണ്ട് മക്കളും തല്ലുകൂടുന്നത്. അത് ശരിയാണെന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹത്തിനും ഇതുവരെ ഉമ്മ എതിര് നിന്നിട്ടില്ല, തന്നെ വിവാഹം ചെയ്യണമെന്ന ഒരൊറ്റ കാര്യമൊഴിച്ച്. അത് പറയുമ്പോൾ അവന്റെ മുഖം ഒന്ന് വാടിയത് അവളും ശ്രദ്ധിച്ചു. തൻ്റെ ഉമ്മയെ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് ആ പാവം. എന്നാ അവനറിയില്ലല്ലോ ക്രൂരത നിറഞ്ഞ അവരുടെ മറ്റൊരു മുഖം എന്ന് ഓർക്കുകയായിരുന്നു ലിയ അപ്പോൾ. എല്ലാം സെറ്റ്, ഇനി വാ, നമുക്ക് താഴേക്ക് ചെല്ലാം. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അതും പറഞ്ഞവൻ അവളെ കൈപിടിച്ച് പുറത്തേക്ക് നടന്നു. ഉമ്മ, ഉമ്മാമ എവിടെ? കഴിക്കാനിരുന്നപ്പോൾ ഉമ്മാമയെ കണ്ടില്ലെന്നോർത്തതും അവൻ ചോദിച്ചു. ഉമ്മാക്ക് ചെറിയൊരു പനി, മരുന്ന് കഴിച്ചുറക്കാം. നല്ലോണം ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അതൊന്നും വേണ്ട മോനെ, ചെറുതായേ ഉള്ളൂ. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ലിയയും ഷാനുവും അവളുടെ വീട്ടിലേക്ക് ഇറങ്ങാനൊരുങ്ങി. ഉമ്മാമ, അവരുടെ മുറിയിലേക്കായി കടന്നുകൊണ്ട് രണ്ടുപേരും വിളിച്ചു. ചെറുമയക്കത്തിലായിരുന്നവർ കണ്ണുകൾ മെല്ലെ വലിച്ചു തുറന്നു. എന്താ മക്കളെ, ഇപ്പൊ എങ്ങനെയുണ്ട് ഉമ്മാമ? കുറവുണ്ടോ? അവരുടെ നെറ്റിയിൽ കൈ ചേർത്ത് ലിയ ചോദിച്ചു. ഒരു ചെറിയ ചൂട്, അത്രേ ഉള്ളൂ. ചിരിച്ചുകൊണ്ട് പറയുന്നവരുടെ കൈകൾ ഷാനു തന്റെ കൈകളോട് ചേർത്ത് വെച്ചു. ഞങ്ങൾ ഇറങ്ങാൻ പോവാ. ആണോ? എന്നാ പോയിട്ട് വാ. അവരോട് യാത്ര പറഞ്ഞ് ആ മുറി വിട്ട് ഇറങ്ങിയവർ. ഉമ്മ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ഷാനുവാണ് ചോദിച്ചത്. ലിയക്ക് അവരോടൊന്നും യാത്ര പറയണമെന്ന് തോന്നിയതേയില്ല. പക്ഷേ ഷാനു എന്ത് കരുതുമെന്ന് കരുതിയവൾ അവിടെയുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞു. അവരും അവൾ പോകുന്നതിൽ നല്ല വിഷമമുള്ളതുപോലെ തകർത്തഭിനയിച്ചു. എന്നാൽ അവളെ അവിടെ കാത്തിരിക്കുന്നത് ഒരു കെണിയാണെന്നോർത്തപ്പോൾ അവരുടെ എല്ലാം ഉള്ളിൽ സന്തോഷത്തിന്റെ അമിട്ട് പൊട്ടുകയായിരുന്നു. അതിൽ അവളും ഷാനുവുമായുള്ള ബന്ധം തകർന്ന് തരിപ്പണമാകും എന്നവർ ഉറച്ചു വിശ്വസിച്ചു. വീട്ടിലേക്കുള്ള യാത്രയിൽ അത്രയും ലിയ അവളുടെ വീട്ടുകാരെക്കുറിച്ചും അവളോട് അവർക്കുള്ള സ്നേഹത്തെപ്പറ്റിയുമൊക്കെ വാതോരാതെ സംസാരിക്കുകയായിരുന്നു. ഷാനുവാകട്ടെ കൊഞ്ചിക്കൊണ്ടുള്ള അവളുടെ വർത്തമാനത്തിൽ ലയിച്ചങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുമുണ്ട്. ഓരോന്ന് പറയുമ്പോഴും വിടരുന്ന ആ കുഞ്ഞി കണ്ണുകളും പനിനീർ ദലങ്ങൾ പോലുള്ള ആ ചുണ്ടും കൊതിയോടെ നോക്കി നിൽക്കാനേ അവനപ്പോൾ കഴിഞ്ഞുള്ളൂ. വീടെത്തിയതും അവനെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ അവൾ ഡോറും തുറന്ന് ഒറ്റ ഓട്ടമായിരുന്നു അകത്തേക്ക്. ഉമ്മാ, ഉമ്മാ. അവൾ നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. അവൾക്കറിയാം അവരവിടെയേ ഉണ്ടാകൂ എന്ന്. മോളെ. എന്തോ പാചകം ചെയ്യുകയായിരുന്ന അവർ ലിയയുടെ വിളി കേട്ടതും
കയ്യിലുണ്ടായിരുന്ന തവി അവിടെ വെച്ച് തിരിയുമ്പോഴേക്കും അവൾ വന്ന് ആ ഉമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നു. ഒരു ദിവസത്തെ അവളുടെ വേർപാടിൽ ഒരു വർഷമായതുപോലെ അവരവളുടെ മുഖത്ത് ഒരുപാട് മുത്തങ്ങൾ നൽകി. അല്ല മോളെ, ഷാനു വന്നില്ലേ? അവളിൽ നിന്നും പിടിവിട്ടുകൊണ്ട് ഉമ്മ അത് ചോദിച്ചപ്പോഴാണ് അവളും അവനെക്കുറിച്ച് ഓർത്തത്. വീടെത്തിയതും ഉമ്മയൊന്ന് കാണാനുള്ള വെപ്രാളത്തിൽ സത്യത്തിൽ അവൾ അവനെ ഒരു നിമിഷത്തേക്കെങ്കിലും മറന്നു എന്നതാണ് സത്യം. ഷാനു അവിടെ കാറിലുണ്ട്, ഇപ്പൊ വരും. എന്താ മോളെ ഇത്? അവൻ എന്താ നിന്നെപ്പറ്റി കരുതിയിട്ടുണ്ടാവുക? കല്യാണം കഴിഞ്ഞ് ആദ്യമായി വരുമ്പോ തന്നെ അവനെ ഒറ്റപ്പെടുത്തിയതുപോലെ വിചാരിക്കില്ലേ അവൻ? അങ്ങനെയൊന്നും ഇല്ലുമ്മ. ഞാൻ പിന്നെ നിങ്ങളെയൊക്കെ കാണാനുള്ള കൊതി കൊണ്ട് ഓടി വന്നതല്ലേ. ഉമ്മ മാത്രമല്ല, ഞാനും ഇവിടുണ്ടേ. പിറകിൽ നിന്നുമുള്ള ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അവളൊന്ന് ഞെട്ടി. ഡീ, നീയെപ്പോ വന്നു? അടുക്കളയുടെ വാതിൽപ്പടിയിൽ ചാരി നിന്ന് രണ്ട് കൈയും കെട്ടി തന്നെ നോക്കുന്ന റെനയെ കണ്ട അതിശയത്തിൽ ലിയ ചോദിച്ചു. നീ വരുന്നതിന് മുന്നേ ഞാനിവിടെയുണ്ട്. ആ ഹാളിലിരുന്ന എന്നൊന്ന് മൈൻഡ് പോലും ചെയ്യാതെ ഓടി ഇങ്ങോട്ട് വന്നതും പോരാ, അവൾ എന്നെ ചോദ്യം ചെയ്യുന്നു. മുഖത്തൊരു പരിഭവം നിറച്ചുകൊണ്ട് റെന ചോദിച്ചു. ആണോ, നീ അവിടെ ഉണ്ടായിരുന്നോ? സത്യമായിട്ടും ഞാൻ നിന്നെ കണ്ടില്ലടി. ഇന്ന് നിങ്ങൾ വിരുന്നിന് വരുമ്പോ ഇവിടെ ഞങ്ങള് മാത്രമല്ലേ ഉള്ളൂ. ബന്ധുക്കളെന്ന് പറയാൻ നമുക്കാരുമില്ലല്ലോ. അതാ ഞാൻ രണമോളോടും അവളുടെ ഉമ്മയോടുമെല്ലാം വരാൻ പറഞ്ഞത്. പക്ഷേ മോളുടെ ഉമ്മാക്കെന്തോ വേറെ കല്യാണമോ മറ്റോ ഉണ്ടെന്ന്. അതുകൊണ്ട് ഇവളും റിയാനും മാത്രമേ വന്നിട്ടുള്ളൂ. സുഹറ അത് പറഞ്ഞതും റിയാൻ വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ലിയയുടെ ഉള്ളിൽ എന്തോ ഒരു പേടി നിറഞ്ഞു. നിന്റെ ഇക്കയുമുണ്ടോ? പകപ്പോടെ റനയുടെ കയ്യിൽ പിടിച്ച് ലിയ ചോദിച്ചതും ഇവളെന്തിനാ ഇത്ര ടെൻഷൻ ആകുന്നതെന്ന് റനയ്ക്ക് മനസ്സിലായില്ല. ആ, ഇക്കയും അവിടെ ഹാളിലുണ്ടായിരുന്നു. അത് കേട്ടതും ലിയ പെട്ടെന്ന് ഷാനുവിന്റെ അരികിലേക്ക് ചെന്നു. അവൾ ഹാളിലെത്തിയതും റിയാനെ ദേഷ്യത്താൽ ചുവന്നു തുടുത്ത കണ്ണുകളോടെ നോക്കുന്ന ഷാനുവിനെയാണ് കണ്ടത്. എന്നാൽ റിയാനാവട്ടെ യാതൊരു കൂസലുമില്ലാതെ അവനെ നോക്കി ചിരിക്കുന്നുമുണ്ട്. വാ ഷാനവാസ്, വന്നിവിടെ ഇരിക്കേ. തന്റെ അരികിലായി ഒരു ചെയറ് വലിച്ചിട്ടുകൊണ്ട് അവൻ പറഞ്ഞതും അവർക്കരികിലേക്ക് പോകണോ വേണ്ടിയോ എന്ന് ആലോചിക്കുകയായിരുന്നു ലിയ അപ്പോൾ. ലിയ, നീ തന്നെ നിന്റെ ഷാനുവിനോട് പറ വന്നൊന്നിരിക്കാൻ. അവളെ നോക്കിക്കൊണ്ട് റിയാൻ പറഞ്ഞതും ഷാനുവിന്റെ നോട്ടം അവളിലേക്കായി മാറി. സത്യത്തിൽ അവൾ ഇവിടെ വന്നു നിൽക്കുന്നത് റിയാൻ വിളിച്ചപ്പോഴാണ് ഷാനു അറിയുന്നത്. ലിയ ആവട്ടെ ഷാനുവിന്റെ നോട്ടം താങ്ങാനാവാതെ തല താഴ്ത്തി നിൽപ്പാണ്. റിയാൻ എവിടെയുള്ളത് ഞാൻ അറിഞ്ഞുകൊണ്ട് പറയാത്തതാണെന്ന് ഷാനു കരുതി കാണുമോ എന്നായിരുന്നു അവളുടെ പേടി മുഴുവൻ. സത്യത്തിൽ റെന പറഞ്ഞപ്പോഴല്ലേ അവൻ എവിടെയുള്ളത് താനും അറിഞ്ഞത്. ഇനി അത് പറഞ്ഞ ഷാനു വിശ്വസിച്ചില്ലെങ്കിലോ? അങ്ങനെ എന്തൊക്കെയോ ചിന്തകളാണ് അവളുടെ മനസ്സിൽ കൂടി അപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. മോനെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇവൾ ഒന്നും പറയാതെ കേറിയിങ്ങ് വന്നതുകൊണ്ടാണോ? അവൻ ലിയയോട് പിണങ്ങിയോ എന്ന ഭയത്താലാണ് സുഹറ അങ്ങനെ ചോദിച്ചത്. അതൊന്നുമല്ല ഉമ്മ, എന്റെ പെണ്ണ് അവളുടെ ഉമ്മാനെ കാണാനുള്ള കൊതി കൊണ്ട് ഓടി വന്നതാണെന്ന് എനിക്കറിയില്ലേ. ഷാനുവിന്റെ എന്റെ പെണ്ണ് എന്നുള്ള പ്രയോഗം കേട്ടതും റിയാൻ അടിമുടി വിറച്ചു. എങ്കിലും ആർക്കു മുന്നിലും അത് പ്രകടിപ്പിക്കാതെ തന്റെ ദേഷ്യം അടക്കി പിടിച്ചവൻ. അവന്റെ മുഖഭാവത്തിൽ നിന്നും അത് ഷാനുവിനെ നന്നായി മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പേടിച്ചു നിൽക്കുന്ന ലിയയുടെ അടുത്തു ചെന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ അവൻ കൂടുതൽ അവനോട് ചേർത്ത് നിർത്തി. വാ മോനെ, വന്നീ ജ്യൂസ് കുടിക്ക്. അവർക്കെല്ലാവർക്കുമുള്ള ജ്യൂസ് അവിടെ വെച്ച് അവർ വീണ്ടും അടുക്കളയിലേക്ക് ചെന്നു. ലിയ അവർക്കെല്ലാം എടുത്തു കൊടുത്തു. എങ്കിലും
റിയാന് കൊടുക്കുമ്പോൾ അവൾ ഷാനുവിനെയാണ് നോക്കിയത്. എന്നാൽ അവൻ ഒരു ചിരിയാലെ കൊടുത്തോ എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. ഷാനു ലിയയെ അവന്റെ അടുത്തായി ഇരുത്തി അവൾക്ക് തന്റെ പാതി ജ്യൂസ് കുടിക്കാനായി നൽകി. നിങ്ങൾ ഇത്രയും റൊമാൻറ്റിക് ആണെന്ന് കണ്ടാ പറയില്ല കേട്ടോ. അവരെ നോക്കി കളിയാക്കിക്കൊണ്ട് റെന പറഞ്ഞതും രണ്ടുപേരും പരസ്പരം ഒന്ന് ചിരിച്ചു. അതെ, ഈ പ്രണയമെന്ന് പറയുന്നത് രണ്ടുപേരിലും ഒരുപോലെ ഉണ്ടാവണം. അപ്പൊ പിന്നെ ഇങ്ങനെ ഫുൾ ടൈം റൊമാൻസ് മാത്രമായി സന്തോഷത്തോടെ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചിങ്ങനെ കഴിയാം. ലേയുടെ കൈ കോർത്തു പിടിച്ച് ഉയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതൊക്കെയും റിയാന്റെ ഉള്ളിലെ കനൽ കോരിയിടാൻ വേണ്ടിയായിരുന്നു. അവന്റെ ഉദ്ദേശം പോലെ ആ വാക്കുകളിലൊക്കെയും റിയാൻ ഉരുകുകയായിരുന്നു. കുറച്ചു നേരം സംസാരിച്ചിരുന്നതും ലിയ ഷാനുവിനെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറി. വാതിൽ ചാരിയതും കുറ്റവാളിയെപ്പോലെ അവൾ തല കുനിച്ചു നിന്നു. എന്താടി നിന്റെ മുഖത്തൊരു വാട്ടം? സത്യമായിട്ടും അവനിവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഉമ്മയാ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചത്, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. മുഖം പൊത്തി കരയുന്നവളെ കണ്ടപ്പോൾ ചിരിക്കണോ സഹതപിക്കണോ എന്നറിയാതെ അവൻ നോക്കി നിന്നു. ഇങ്ങ് വന്നേ. മുഖം പൊത്തി കരയുന്നവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് ഇറുകെ പുണർന്ന് ആ നെറ്റിയിൽ തുരുതുരെ ഉമ്മ വെച്ചു. എടി പെണ്ണേ, നിന്നെ എനിക്കറിയില്ലേ? ഞാൻ നിന്നെ അങ്ങനെ സംശയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ അവനെ അവിടെ കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു എന്നുള്ളത് നേരാ. എന്ന് വെച്ച് എന്റെ പെണ്ണിനോട് ഞാൻ പിണങ്ങുമോ? അവന്റെ സംസാരം കേട്ടപ്പോൾ അവൾ അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. അവൻ അവളെ ഇടുപ്പിൽ ചുറ്റി വട്ടം പിടിച്ചു. അവളൊന്ന് വിറച്ചു. പിന്നെ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് ആ കീഴ്ച്ചുണ്ട് ഒന്ന് നുകർന്നു. അവൾ പിടഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ ആ പിടയ്ക്കുന്ന ദേഹം തന്നിലേക്ക് കൂടുതൽ അണച്ചുപിടിച്ചു. പിന്നെ കണ്ണുനീരിന്റെ ഉപ്പ് ചുവയ്ക്കുന്ന ചുണ്ടുകൾ ഒന്നാകെ നുണഞ്ഞും കടിച്ചും അവൻ അവളിൽ ആവേശം തീർത്തു. പതിയെ പിടച്ചിലുകൾ മാറി അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞുപോയി. മുഖമകറ്റി അവൻ അവളുടെ ആ ഇളം റോസ് നിറത്തിലുള്ള ചുണ്ടുകളിലെ നനവ് തുടച്ചുകൊടുത്തു. നാണത്താൽ കുനിഞ്ഞ ആ മുഖം ഉയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയവൻ, ഇനിയൊരിക്കലും ഇങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. അങ്ങനെ വന്നാ ചിലപ്പോ ഇതിലും കൂടുതൽ ആ വിഷമം മാറ്റാൻ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് വരും. കുറുമ്പോടെ പറയുന്നവനെ നോക്കാൻ അവൾക്കായില്ല.